+2ലേക്ക് പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ചെറിയൊരു വാർണിംഗ് ഉണ്ട്. നിങ്ങൾ SSLCൻ്റെ റിസൾട്ട് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഫുൾ A+കളുടെ എണ്ണം നേരെ പകുതിയാണായത്. ഇനി +2ൻ്റെ റിസൾട്ട് വരുമ്പോഴും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു പാറ്റേൺ അത് തന്നെയായിരിക്കും. ഈ ഒരു പാറ്റേൺ നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത്, നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ പരീക്ഷയിലും ഓൾമോസ്റ്റ് ഉറപ്പാണ് ഈ ഒരു പാറ്റേൺ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് മൊത്തത്തിൽ ഫുൾ A+കളുടെ എണ്ണവും 90, 95, 99 ആ ലെവലിലെ പെർസെൻറ്റേജിൻ്റെ എണ്ണമൊക്കെ കാര്യമായിട്ട് കുറയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം നമ്മൾ ആദ്യമായിട്ട് പറയുന്നതല്ല, കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ് മുതൽ തന്നെ SSLC കുട്ടികളോടും +2 കുട്ടികളോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. എക്സാമിൻ്റെ പാറ്റേണും എക്സാമിൻ്റെ ലെവലൊക്കെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താൻ പോസിബിളേ അല്ല എന്നുള്ള കാര്യം, ആ ഒരു കാര്യം ക്ലിയർലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി +2ലേക്ക് കടക്കാൻ പോകുന്ന കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. വെറുതെ തട്ടിക്കൂട്ടുള്ള പഠനം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും A+ ലെവലിലേക്കോ 90, 95% ലെവലിലേക്കോ എത്താൻ സാധിക്കില്ല. അത് ഗവൺമെൻറ് ഓൾറെഡി വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഞാനതൊക്കെ വെറുതെ അടിച്ചുവിട്ട് നിങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ഈ കാര്യത്തിന് മുൻപ് സംഭവിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫുൾ A+കളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, +2 നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 30,145 സ്റ്റുഡൻസിനാണ് ഫുൾ A+ കിട്ടിയത്. എന്നാൽ നമ്മൾ 2013ലേക്ക് പോവുകയാണെങ്കിൽ വെറും 5183 കുട്ടികൾക്ക് മാത്രമേ ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. ആ ഒരൊറ്റ വർഷം മാത്രമല്ല, ആ ഒരു സമയങ്ങളിലെ പല വർഷങ്ങളിലും 5000, 6000 ആ ലെവലിൽ മാത്രമേ ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഹൈ റിസൾട്ട്സും 90, 95% ഒക്കെ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഈ ഒരു ട്രെൻഡ് കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്തൊരു ട്രെൻഡാണ്. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയറാണ്, ഈ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. A+കളുടെയും ഫുൾ മാർക്കിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഇത് SSLCക്കാർക്ക് പോലെ അല്ല നിങ്ങൾക്ക്. കാരണം SSLCയിൽ പാസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 99% ആണ്. +2ൽ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്ക് അറിയാലോ, ഓരോ വർഷവും 22% കുട്ടികളാണ് +2ൽ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാസ്സാവൽ തന്നെ ഒരു നല്ല പണിയാണ്. വെറുതെ പഠിച്ചാൽ മേ ബി നിങ്ങൾ പാസ്സാവും. വളരെ നന്നായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ആ ഫുൾ A+ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ഓൾറെഡി +2 ഏരിയ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ബാച്ചിൽ പറയുന്ന കാര്യങ്ങളും ബാച്ചിലെ കണ്ടന്റും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓൾറെഡി പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ആകെ ഒരൊറ്റ അഡ്വാൻറ്റേജ് ഉള്ളൂ, സമയം. ആ സമയം മാക്സിമം യൂസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.